ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 128. ലുത്തിനിയയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 41. മരിയൻ ജപമാലയിലെ വാഴ്ത്തമൊഴികളിലെ 38ാമത്തെ പാപികളുടെ സങ്കേതം, റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ്. ലത്തീനിൽ റെഫ്യൂജിയും പെക്കാത്തോരും, റെഫ്യൂജിയും പെക്കാത്തോരും. അവർ ലേഡി ഓഫ് റെഫ്യൂജ് എന്നും ഇതിന് ഈ വാഴ്ത്തുമൊഴി അറിയപ്പെട്ടിരുന്നു. ഇല്ലേ, അഭയം അഭയം നൽകുന്ന നമ്മുടെ നാഥ, അഭയം നൽകുന്ന നമ്മുടെ നാഥ, അവർ ലേഡി ഓഫ് റെഫ്യൂജ്. 8ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഈ വാഴ്ത്തുമൊഴി സഭയിൽ ഉണ്ടായിരുന്നെന്ന് തെളിവുണ്ട്. വിശുദ്ധ ജർമാനൂസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ ഈ വാഴ്ത്തുമൊഴി ഉപയോഗിച്ചിരുന്ന തെളിവുണ്ട്. അതായത് ലോറേറ്റലിൽ ലുത്തിനിയ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ വാഴ്ത്തുമൊഴി മറിയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് മുതലുള്ളത് രേഖാമൂലമുള്ള തെളിവാണ്. അപ്പം അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നു, വാമൊഴിയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ ഈ പാപികളുടെ സങ്കേതം എന്ന് മറിയത്തെ വിളിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. പഴയ ഉടമ്പടിയിൽ, പഴയ നിയമത്തിൽ അഭയ നഗരങ്ങൾ, സിറ്റീസ് ഓഫ് റെഫ്യൂജ് എന്ന് പറഞ്ഞിട്ട് 6 നഗരങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ. ആ നഗരങ്ങൾ എന്ന് പറയുന്നത് ഖേദേശ്, ഷെഖം, ഹെബ്രോൺ, ഗോലാൻ, റാമോത്ത്, ബെത്സർ, ഇങ്ങനെ 6 നഗരങ്ങൾ. എന്താണ് ഈ അഭയ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു കയ്യബദ്ധം പറ്റിയാൽ, ഒരു കയ്യബദ്ധം, അതായത് മനഃപൂർവ്വമല്ലാതെ കൊല്ലാനിടയായാൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നമ്മൾ പറയല്ലോ. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ആക്സിഡൻറ്റ്, പ്യുവർ ആക്സിഡൻറ്റ്, മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ആക്സിഡൻ്റ് അല്ല, ഒരു ആക്സിഡൻറ്റ്, ഒരു അപകടം, അതിലൊരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അങ്ങനെ സംഭവിച്ചാൽ അക്കാലത്ത് ഒരു കൊലപാതകം വന്നാൽ രക്തപ്രതികാരം എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ രക്തബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ ഈ കൊന്ന ആളെ കൊല്ലണം. അന്നത്തെ ചില വ്യവസ്ഥകളാണ്. രക്തപ്രതികാരം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, ബ്ലഡ് റിവെഞ്ച്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ അടുത്ത ബന്ധു ഈ കൊന്നവനെ, കൊലപാതകയെ കൊല്ലണമെന്നാണ്. അത് രക്തപ്രതികാരം. പക്ഷേ ഇത് മനഃപൂർവ്വമല്ല. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. അങ്ങനെ കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ അവർ ഓടി ചെന്ന് അഭയം പ്രാപിക്കേണ്ട 6 നഗരങ്ങളാണ് ഈ പറഞ്ഞത്, സിറ്റീസ് ഓഫ് റെഫ്യൂജ്. ആ നഗരത്തിൽ കയറിയാൽ പിന്നെ ഈ രക്തപ്രതികാരം ചെയ്യുന്ന ആൾ തൊടാൻ പാടില്ല അയാളെ. രക്തപ്രതികാരം ചെയ്യാനുള്ള ഉറച്ചിരിക്കുന്ന ആൾ. പക്ഷേ ഈ കൊലപാതകി ഓടി ഈ അഭയനഗരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിച്ചാൽ പിന്നെ ഈ രക്തപ്രതികാരം ചെയ്യേണ്ട ആൾ ആ പ്രതികാരം ചെയ്യരുത്, ഈ കൊലപാതകയെ കൊല്ലരുത്. അതായത് അന്നത്തെ ഈ മോബ് ജസ്റ്റിസ് എന്ന് പറയുമല്ലോ, മോബ് ജസ്റ്റിസ് എന്നാൽ ജനക്കൂട്ട വിചാരണ നടത്തി കൊല്ലുന്ന ഒരു പരിപാടി, അത് സംഭവിക്കാതിരിക്കാൻ ഒരാൾക്ക് കയ്യബദ്ധം പറ്റിയതാണോ മനഃപൂർവ്വമാണോ എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അന്നുണ്ടാക്കിയ ഒരു മാർഗമാണ് ഈ അഭയനഗരങ്ങൾ. അത് പഴയ ഉടമ്പടിയിൽ. പുതിയ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ ഈ അഭയം പ്രാപിക്കാനുള്ളത് ഒരു നഗരമല്ല, ഒരാളാണ്. പാപം ഒരു കെണിയാണ്. ഒരു അബദ്ധം പറ്റാം, മനഃപൂർവ്വമാകാം. ആ കെണിയിൽ വീഴാതിരിക്കാനും വീണാൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനും പുതിയ ഉടമ്പടിയിലുള്ളത് നഗരമല്ല, ഒരാളാണ്, ഒരമ്മയാണ്. അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെയോ മക്കളെയോ അവർക്ക് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ഏതറ്റം വരെ അവർ പോകും. ഇപ്പോൾ അപൂർവം ചില അമ്മമാരൊക്കെ മറിച്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം അപവാദങ്ങളാണ്, നമ്മൾ സാമാന്യവൽക്കരിക്കാൻ പാടില്ല. പൊതുവെ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ രീതി. അത് അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു ഇതാണ്. ഈ സ്ത്രീയിൽ നിന്നും അമ്മയാകുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അപ്പോൾ ഹോർമോണിൽ തന്നെ വ്യത്യാസം വരികയാണ്. സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് ദൂരം പോലെയാണ് ആലങ്കാരികമായിട്ട് പറയുക. സ്ത്രീയിൽ നിന്നും അമ്മയിലേക്കുള്ള ദൂരം, അതായത് ഗർഭം ധരിക്കുമ്പോൾ തൊട്ട് അവളുടെ ഹോർമോണിലെ വ്യത്യാസം വന്ന് ഈ മക്കളുമായിട്ട് എങ്ങനെയൊക്കെ അർത്ഥം മാറ്റിയാലും, പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ച് മാറ്റിയാലും ഈ മക്കളുമായിട്ടുള്ള സ്നേഹബന്ധം മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അവരുടെ ആളത്വം തന്നെ മാറിപ്പോവുകയാണ്. സ്ത്രീയിൽ നിന്നും അമ്മയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്.
അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. അങ്ങനെയുള്ളൊരു അമ്മയെയാണ് ഈ അഭയനഗരങ്ങൾക്ക് പകരം അഭയം നൽകുന്ന ആളായിട്ട് ആര് നൽകിയത്? ഈശോ മിശിഹ തന്നെ നൽകിയത്. എവിടെ വെച്ച്? കുരിശിൽ അവൻ മരിക്കുന്ന നേരത്ത് മരിക്കുകയാണ്, പുത്രൻ മരിക്കുകയാണ്, ഈശോ മരിക്കുകയാണ്. അപ്പോൾ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്ത് പോകുകയാണ്. ഇനി അവരുടെ കൂടെയുള്ളത് മറിയമാണ്, യേശുവിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് താൻ സ്നേഹിച്ച ശിഷ്യന് ഇല്ലേ, താൻ സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായിട്ട് തൻ്റെ തന്നെ അമ്മയെ യേശു നൽകുകയാണ്. ലോകത്ത് യേശു സ്നേഹിച്ച സകല ശിഷ്യന്മാരും പ്രതിദാനം ചെയ്യുന്ന ആളാണ് യോഹന്നാൻ അവിടെ. അതുകൊണ്ടാണ് യോഹന്നാൻ എന്ന് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയണേ. മറിയം, നസറത്തിലെ മറിയം എന്ന് പറയാതെ യേശുവിൻ്റെ അമ്മ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 19, 25, 27. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ അമ്മയെ അമ്മയായിട്ട് നൽകുകയാണ്. അമ്മ, അതാണ് ഞാൻ പറഞ്ഞത്, അമ്മ. അപ്പോൾ ഒരു നഗരം നൽകുന്ന അഭയത്തെക്കാളും വലുതാണ് ഒരമ്മ നൽകുന്ന അഭയം. ഇപ്പം നമ്മളിപ്പം കൊച്ചങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്ഷീണിച്ചാലും വിഷമമുണ്ടായാലും അമ്മ ഇല്ലേ, നമ്മൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മയുടെ മടി തലവെച്ച് കിടക്കും കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ മാറിൽ ചാഞ്ഞ് കിടക്കും കൊച്ചു കുട്ടികളാണെങ്കിൽ. അതൊരു സുരക്ഷിതത്വമാണ്, സ്നേഹമാണ്, കരുതലാണ്. ഇതൊന്നും പറഞ്ഞാൽ ഈ അമ്മ എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ പറയാൻ ഈ വാക്കുകളൊന്നും പോരാ. ഈ വാക്കുകൾക്കെല്ലാം അതൊക്കെ മേലെയാണ് ഈ അമ്മ എന്ന ആ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അമ്മയെ, ജീവനുള്ള അമ്മയെ നമുക്ക് അഭയം നൽകുന്ന ആളായിട്ട് യേശുക്രിസ്തു തന്നെ നൽകിയത്. തീർച്ചയായിട്ടും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് തിരുവചനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. വിശുദ്ധരിൽ വിശുദ്ധയല്ലേ പരിശുദ്ധ കന്യകാമറിയം? ദൈവമാതാവാണ്, അമലോത്ഭവിയാണ്, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടവളാണ്, കർത്താവിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസിച്ച ഭാഗ്യവതിയാണ്, സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയാണ്. അപ്പോൾ അങ്ങനെ ഈ മറിയത്തെക്കുറിച്ച് വാഴ്ത്തിയിരിക്കുന്ന തിരുവചനങ്ങൾക്ക് കണക്കില്ല. അതാണ് തിരുവചന ജപമാല എന്ന് തന്നെ നമ്മൾ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ വിശുദ്ധരിൽ വിശുദ്ധയായ മറിയത്തിൻ്റെ പ്രാർത്ഥന വേണ്ടേ? തീർച്ചയായിട്ടും വേണം. മറിയം അങ്ങനെ പ്രാർത്ഥിക്കില്ലേ? തീർച്ചയായിട്ടും. കാനായിലെ കല്യാണത്തിൽ ചെയ്തു തന്നെ ഏറ്റവും വലിയ തെളിവ്. ഒരു വീടിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത്ര വലിയ പ്രതിസന്ധി അല്ലാതിരുന്നിട്ട് പോലും മറിയം ഇടപെട്ട് അത്ഭുതം ചെയ്യിച്ചവളാണ്. അപ്പോൾ അത് ബൈബിളിൽ തെളിവാണ്. അതുപോലെ ദൈവശാസ്ത്രപരമായിട്ട് വേറൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കണ്ണിന് കൗതുകരവും അറിവേകുമെന്നതിനാൽ അഭികാമ്യവും പിന്നെ നല്ലതെന്നും വിചാരിച്ചിട്ടാണ് ഹൗവ പാപത്തിൻ്റെ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്നത്. അത് വിലക്കപ്പെട്ട കാര്യം ചെയ്തു. അപ്പോൾ ഹൗവ പാപത്തിലൂടെ മരണത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഹൗവ പാപത്തിലൂടെ മരണത്തെയും നരകത്തെയും ഈ ലോകത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ രോഗവും വന്നു. ഈ മറിയത്തിൻ്റെ ഹൗവയുടെ നേർ വിപരീതമാണ് മറിയം രക്ഷകനെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു, ദൈവത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. ഹൗവ പാപവും മരണവും രോഗവും നരകവും ഈ ലോകത്തിൽ കൊണ്ടുവന്നെങ്കിൽ മറിയം ഹൗവയുടെ നേർ വിപരീതമാണ്. രക്ഷകനെ, ദൈവപുത്രനെ, ദൈവം തന്നെയായ പുത്രനെ മിശിഹായി ഈ ലോകത്തിൽ കൊണ്ടുവന്നു. അതിലൂടെ നിത്യജീവനും രക്ഷയും. അപ്പോൾ ഹൗവയുടെ നേർ വിപരീതമാണ് മറിയം. ഈ കാരണത്താൽ ഹൗവയുടെ വംശാവലിയിലല്ല, ആദാമിൻ്റെ വംശാവലിയിലല്ല മറിയം ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ വംശാവലി എടുത്ത് നോക്കുക. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ നോക്കിയാൽ 16-ാമത്തെ വാക്യം വരുമ്പോൾ അതുവരെ തുടർന്നിരുന്ന ഫോർമുലേക്ക് മാറും. 1:2 നമ്മൾ വായിക്കുകയാണ്. മത്തായി 1:2 അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവായിരുന്നു, യാക്കോബ് യൂദായുടെയും സഹോദരന്മാരെയും പിതാവായിരുന്നു. ഇങ്ങനെ പിതാവായിരുന്നു പറഞ്ഞ് 1:16 വരുമ്പോൾ ജോസഫ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു. പിതാവ് മറിയം ഭർത്താവായി, ജോസഫ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു. അവളിൽ നിന്ന് മറിയത്തിൽ നിന്ന് മിശിഹ എന്ന് പറഞ്ഞ ഈശോ ജനിച്ചു. അപ്പോൾ ഈ വംശാവലി, അതായത് ആദാമിൻ്റെയും അബ്രഹാമിൻ്റെയൊക്കെ വംശാവലി ജോസഫിൽ വന്ന് നിൽക്കുകയാണ്, മറിയത്തിലേക്ക് വരുന്നില്ല. മറിയം ആ പഴയ വംശാവലിയിൽപ്പെട്ട ആളല്ല. എന്തുകൊണ്ടാണ്? അവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. ഹൈറെ കഹരി തോമനെ എന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കുന്നത്. ആനന്ദിച്ചാലും കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ തർജ്ജമ ചെയ്യണേ. അത് പോരാ, അത് വളരെ ബലഹീനമായ ധ്വനി സാന്ദ്രതയില്ലാത്ത തർജ്ജമയാണ്. വേണ്ടത്
ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത്. ആ വാക്കിന് അതാണ് അർത്ഥം. കൈകരിത്തോവൻ എന്ന വാക്കിന് അതാണ് അർത്ഥം. കൃപയിൽ നിറഞ്ഞവനെന്ന് എസ്തഫാനസിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. മറിയൊക്കെ അതിനേക്കാൾക്ക് വലുതല്ലേ, അതൊക്കെ മേലെയല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊക്കെ പറഞ്ഞാൽ പോരാ. നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ എന്നെങ്കിലും വേണം പരിഭാഷ. ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, ദൈവത്തിന്റെ നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കണേ. അതായത് മറിയം ഈ പാപത്തിന്റെയും രോഗത്തിന്റെയും വംശാവലിയിൽ ജനിച്ചവളല്ല. അതുകൊണ്ടാണ് പാപികൾ സങ്കേതമായിട്ട് അവളെ അവർ നൽകിയിരിക്കുന്നത്. അപ്പൊ ചിലർ പെന്തക്കോസ്തക്കാർ പറയും, അപ്പൊ അവൾ ശുദ്ധീകരണ കർമ്മത്തിന് പോയല്ലോ. ആ ശുദ്ധീകരണ കർമ്മം എന്ന് പറയുന്നത് പാപത്തുള്ള ശുദ്ധീകരണ കർമ്മമല്ല. പാപമില്ലാത്ത യേശു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം സ്വീകരിച്ച് എന്തിനാണോ അതുപോലത്തെ ഒരു രീതിയാണ് മറിയം ചെയ്തത്. അത് ആചാരപരമായ ശുദ്ധിയാണ്. ആൺകുട്ടി പ്രസവിച്ചാൽ 40 ദിവസത്തേക്ക് അശുദ്ധിയാകും. പാപത്തിന്റെ അശുദ്ധി അല്ലത്, ആചാരം. അതായത് ലിറ്റർജി സംബന്ധിക്കാൻ പറ്റില്ല എന്നർത്ഥം. പെൺകുട്ടി പ്രസവിച്ചാൽ 80 ദിവസത്തേക്ക്. ആ ആചാരം പാലിക്കാൻ വേണ്ടി പോയതാണ്, അല്ലാതെ പാപത്തിലെ ശുദ്ധീകരണമല്ല അത്. ചുരുക്കത്തിൽ മറിയം കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്, രക്ഷകന്റെ അമ്മയാണ്, ദൈവത്തിന്റെ അമ്മയാണ്, തെയോത്തോക്കോസ് ആണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ്. അതുകൊണ്ട് തന്നെ പാപികൾക്ക് അഭയമരുളാനും പാപികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനും അവർ രക്ഷിക്കാനും ഏതറ്റം വരെയുമ്പോൾ അമ്മയാകാനും അവൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അവളെ തന്നെ നമുക്ക് അഭയം നൽകുന്ന അമ്മയായി കർത്താവ് ഈശോ നൽകിയത്. പാപികളുടെ മരുന്നാണ് മറിയം എന്നാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പറഞ്ഞത്. പാപികളുടെ മരുന്നാണ് മറിയം, റെമഡി അല്ലെങ്കിൽ മെഡിസിൻ. കുർബാനയെക്കുറിച്ച് പറയുന്ന അതേ വൊക്കാബുലറിയാണ് അത് ശരിക്കും. നാം അതുകൊണ്ട് മരിയസ്തുതിയിൽ നമ്മൾ എന്താ പറയുന്നത്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ചില ചോദിക്കുന്നുണ്ട്, ആരാധന സമയത്ത് കൊന്ത ചൊല്ലാമോ? ചൊല്ലാം. എന്താ കാര്യം? അവിടെ എന്താ പറയുന്നത്? മറിയത്തോട് എന്താ പറയുന്നത്? പാപികളെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട്, ആ സക്രാരിൽ അരുളിക്കൽ എഴുന്നള്ളിക്കുന്ന തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കാനായിൽ നീ ചെയ്തത് ഇപ്പം ചെയ്യണമേ. അപ്പോൾ നമ്മൾ പാപികളാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. മറിയം പാപമില്ലാത്തവളാണെന്നും എന്നാൽ പാപികളെ നമ്മെ സഹായിക്കാൻ പറ്റുന്ന അഭയം നൽകുന്ന അമ്മയാണെന്നും അത് കർത്താവ് ഈശോ നേരിട്ട് ഏൽപ്പിച്ചതാണെന്നും അത് പഴയ ഉടമ്പടിയിലെ അഭയ നഗരങ്ങൾക്ക് പകരം പുതിയ ഉടമ്പടിയിൽ അഭയം നൽകാൻ അമ്മയായിട്ട് നൽകിയിരിക്കുകയാണെന്നുള്ള ആ തിരുവചനങ്ങൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണെന്നൊക്കെയാണ് ഇതിലൂടെ ഈ വാഴ്ത്തുമൊഴിയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, എത്രയോ ഗംഭീരമാണ് തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട് മറിയത്തെക്കുറിച്ച് ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന വാഴ്ത്തുമൊഴികൾ. നമുക്ക് മറിയത്തെ സ്നേഹിക്കാം. ഈ കൊന്ത ചൊല്ലുമ്പോൾ ഇതൊക്കെ ഈ അർത്ഥം അറിഞ്ഞ് നമുക്ക് കൊന്ത ചൊല്ലാം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ജപമാലയ്ക്കെതിരെയും മറിയത്തിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരും മുഴുവൻ ആ തരത്തിൽ മറിയത്തിനെതിരെയാണ് ഏറ്റവും വലിയ യുദ്ധം. നമ്മൾ മറിയത്തിൻ്റെ പോരാളികളാകണം. കർത്താവിൻ്റെ പോരാളികൾ പോലെ മറിയത്തിൻ്റെ പോരാളികളാകണം. അവൻ, അതായത് യേശു നയിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചെന്നാണ്. എന്ന് വെച്ചാൽ സംരക്ഷിച്ചു. മകൻ അമ്മയും സംരക്ഷിച്ചു. അമ്മ മകനെ സംരക്ഷിക്കുക മാത്രമല്ല, നമുക്ക് ഇന്ന് മറിയത്തെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. അപ്പനും അമ്മയും മക്കളെ സംരക്ഷിക്കുന്ന പോലെ മക്കൾക്ക് അവരും അപ്പനും അമ്മേനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അത് മറിയത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. അതിനാൽ തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിക്കുക. ഇത്തവണത്തെ ഈ ഒക്ടോബറിൽ നിങ്ങൾ ചെറിയ ഉപവാസമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മാറ്റിവെച്ച് ഈ തിരുവചന ജപമാല എന്ന പുസ്തകം പരമാവധി പ്രചരിപ്പിക്കാനും മറിയത്തിനെതിരെയുള്ള ഈ എതിർപ്പുകൾ അവസാനിപ്പിച്ച് മറിയത്തെ സ്നേഹിക്കാതെ വിട്ടുപോയിരിക്കുന്ന സകല മനുഷ്യരെയും പാപികൾ സങ്കേതമായ മറിയത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ അവരും കർത്താവിൻ്റെ രക്ഷ ആസ്വദിക്കാനും കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കാനും കർത്താവിൻ്റെ അമ്മയുടെ സ്നേഹം കരുതലും ആസ്വദിക്കാനും ഇടയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്, ആഹ്വാനം ചെയ്യാനുള്ളത്. നിങ്ങൾ ചെയ്യുമെന്ന പ്രത്യാശയോടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.